ഹലോ ആൻഡ് അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഷോപ്പിൽ വന്നിരിക്കുന്നത് OnePlus 60 എന്നൊരു മോഡലാണ്. ഇത് ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ വീഡിയോയിൽ ബാറ്ററി എങ്ങനെ എളുപ്പത്തിൽ മാറ്റാം എന്നത് കാണാം. വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് നമുക്കിത് മാറ്റുന്നത് കാണാം. ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മൾക്ക് ഇതിൻ്റെ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യണം. സോ ബാക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി സ്ക്രീൻ ഗാർഡിൻ്റെ ബാക്കിൽ വരുന്ന ചെറിയ കവർ ടൈപ്പ് സാധനം വരുന്നുണ്ട്. അതിൽ 530 എന്നൊരു ലിക്വിഡ് ചെറുതായിട്ട് ഇട്ടിട്ട് എടുക്കാൻ നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ ബാക്ക് ഡോർ കിട്ടും. സോ ആ ലിക്വിഡ് നൈസിൽ ചെറുതായിട്ട് ആ സ്ക്രീൻ ഗാർഡിൻ്റെ സെക്ഷനിൽ ഇട്ടിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. വളരെ എളുപ്പമാണ്. നമുക്ക് ബ്ലോവറിൻ്റെ ആവശ്യമൊന്നുമില്ല. ബ്ലോവർ ഇല്ലാതെ തന്നെ നമുക്ക് അത് വളരെ സിമ്പിളായിട്ട് എടുക്കാം. സോ നമുക്ക് ആ ലിക്വിഡ് അതിൽ ചെറുതായിട്ട് ഇട്ടതിന് ശേഷം പതുക്കെ ഓരോ കോർണറും നൈസിലെടുക്കാൻ വേണ്ടി നോക്കാം. മറ്റു ഫോൺ പോലെ തന്നെയാണ് ഇതിലും ബാറ്ററിയും കാര്യങ്ങൾ വരുന്നത്. ഡിഫറൻറ്റ് എന്താ വെച്ചാൽ അതിൻ്റെ ബാക്ക് ഡോർ ഒന്ന് അയക്കുമ്പോൾ ചെറുതായിട്ട് നോക്കണം. കാരണം ചില മോഡലിൽ ഫിംഗർ വരുന്നുണ്ട് കോർണറിലായിട്ട്, ചില മോഡലിൽ സൈഡിൽ സ്വിച്ച് വരുന്നുണ്ട്. സോ സൈഡ് സ്വിച്ചിൻ്റെ ആ ഭാഗത്തും ശ്രദ്ധിക്കണം. ചെറുതായിട്ട് എന്തെങ്കിലും മുറിയലോ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് സ്ട്രിപ്പ് മാറ്റുമ്പോൾ ആദ്യത്തെ പോലെ ഒരു സ്മൂത്ത്നെസ് കിട്ടില്ല. സോ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ എളുപ്പത്തിൽ സ്മൂത്തായിട്ട് റിമൂവ് ചെയ്യാം. ജസ്റ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ ഏകദേശം 4 കോർണറും റിമൂവ് ആയിട്ടുണ്ട്. ഇത് കസ്റ്റമർ ഫോണിൻ്റെ ബാക്ക് ഡോർ ഓൾറെഡി ബ്രോക്കൺ ആയ ഒരു സാധനമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ബാക്കിലൊരു ലാമിനേഷൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഏകദേശം 90% റിമൂവ് ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഉണ്ട് ഈ ഭാഗത്തായിട്ട്. ബ്ലോവർ ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അതിൻ്റെ ബാക്കിൽ സ്റ്റിക്കറോ അല്ലെങ്കിൽ കളറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെൽട്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. സോ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇങ്ങനെ തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു ഡാമേജും ഇല്ലാതെ അത് അതിൽ നിന്ന് റിമൂവായി കിട്ടും. ഒരു പേടിയും പേടിക്കാതെ എടുക്കാം. ഏകദേശം എല്ലാ മോഡലും ഇങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കിയാൽ മതി. ജസ്റ്റ് ഒരു കോർണറിൽ സ്ക്രീൻ ഗാർഡിൻ്റെ ബാക്കിൽ വരുന്ന സ്റ്റിക്കർ ഇട്ടിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. സോ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ബാക്ക് ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ ഏകദേശം സോ നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ ബാക്ക് ഡോർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 മിനിറ്റോളം എടുത്തു. പക്ഷേ നമ്മൾ അർജൻറ്റ് കൂട്ടാതെ ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ നമ്മൾ അർജൻറ്റ് കൂട്ടുമ്പോൾ പ്രശ്നം വരാറുണ്ട്. സോ അതിൻ്റെ ബാക്ക് നമുക്ക് റിമൂവ് ചെയ്യാം. ബാറ്ററി ചെറിയൊരു പൊള്ളപ്പ് ഉള്ളതുകൊണ്ടാണ് സാധനം കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. സോ ബാറ്ററി റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊടുന്ന ബാറ്ററി അതിൽ ഫിക്സ് ചെയ്യാം. ബാറ്ററിയുടെ ബാക്കിൽ ഡബിൾ ടാപ്പ് ആയിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റിക്കർ എടുക്കുക, എന്നിട്ട് നൈസിൽ ആ ഫ്രെയിമിൽ ഫിക്സ് ചെയ്യുക. ഇതിൽ കാണുന്നത് പോലെ വലിയ റിസ്ക് ഒന്നും ഇല്ലാത്തൊരു ഓപ്ഷൻ തന്നെയാണ്. സോ നമ്മൾ അതിൻ്റെ ബാറ്ററി കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ബാറ്ററി ഞാൻ ഓൾറെഡി ആദ്യം ചെക്ക് ചെയ്തതാണ്, കംപ്ലൈൻ്റ് ഒന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ഫിക്സ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ മൊത്തം പാക്കിന് മുന്നേ ചെക്ക് ചെയ്യണം. ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഫിറ്റ് ചെയ്യുന്നത്. ചെക്ക് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ വീഡിയോ കുറച്ചും കൂടി വലുതാവും. സോ അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആ ബാറ്ററി സെക്ഷനിൽ 2 സ്ക്രൂവിനെ വരുന്നുള്ളൂ. സോ നമ്മൾ സ്ക്രൂ ടൈറ്റ് ആക്കിയിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫോണും ഏകദേശം ഓണായിട്ടുണ്ട്. OnePlus 60 എന്നൊരു മോഡലാണ്. വലിയ റിസ്ക്കും ഇല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് മാറ്റുന്ന വെച്ചാൽ വീട്ടിൽ തന്നെ ഇരുന്ന് മാറ്റാം. ജസ്റ്റ് ഒരു ക്ലീനറും ഒരു ബാക്കിൽ വരുന്ന സ്ക്രീൻ ഗാർഡിൻ്റെ വല്ല സംഭവം കൊണ്ട് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വയം മാറ്റാം. സോ ഇനി നമ്മൾ അതിൻ്റെ ബാക്ക് ഡോറിൽ ചെറുതായിട്ട് ഗമ്മിട്ടാൽ മതി. വല്ലാതെ ഗമ്മിടേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഇത് ഒട്ടിപ്പുണ്ട് ബാക്ക് ഡോറിൽ. ചെറുതായിട്ട് ഗമ്മിട്ടതിന് ശേഷം ഫിക്സ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഏകദേശം 4 ഭാഗത്തും ഗമ്മിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. വളരെ നല്ല ഒരു കമ്പനിയുടെ ബാറ്ററിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ഏകദേശം 6 മന്തോളം ഗ്യാരൻറ്റി ഉണ്ട്. വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മളത്
ചേഞ്ച് ചെയ്തിരിക്കുന്നത്. സാധാരണ വലിയ ഷോപ്പിൽ പോകുമ്പോൾ ബാറ്ററിയുടെ കോസ്റ്റ് 1000-1500 ഉറുപ്പികയുടെ മേലെ പോകാറുണ്ട്. അത് അത്രയ്ക്കും റേറ്റ് ഇല്ലാതെ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്.